അല്ലെങ്കിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ട. LKG വിദ്യാഭ്യാസം മുതൽ ഡിഗ്രി തലത്തിലേക്കും ഉള്ള 10-12 സ്ഥാപനങ്ങൾ, അറബിക് കോളേജുകൾ, നഴ്സറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള 15 സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഈരാറ്റുപേട്ട. അത്തരത്തില് ഈരാറ്റുപേട്ടയില് ഈ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ട് എന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ പ്രവർത്തിക്കുന്ന പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുമൊക്കെ വളരെ പ്രശസ്തിയോടുകൂടി പ്രവർത്തിച്ച ഒരു സംഘടനയാണ് ഈ ഫോം. അതിന്റെ അമരക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ ചെയർമാൻ കൂടിയായ നമ്മുടെ സിറാജാണ്. അദ്ദേഹത്തെ പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ ഒരു ആശയം, ഈ നഗരോത്സവം എന്ന ആശയം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ നഗരോത്സവത്തിന്റെ ഈരാറ്റുപേട്ടയ്ക്ക് ഇങ്ങനെയൊരു നഗരോത്സവം നടത്തിയാൽ ഇത് വിജയിക്കുമെന്നും ഈരാറ്റുപേട്ടക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും എല്ലാം ഈ ആശയം കൊണ്ടുവന്ന് അദ്ദേഹം തന്നെയാണ് ഈ നഗരോത്സവത്തിന്റെ പിതാവെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു പ്രവർത്തനവും സംഘാടനവും ഒരുമിച്ച് പഠിച്ച ഒരു പ്രിൻസിപ്പൽ സ്റ്റേജിൽ കൊണ്ട AM റഷീദാണ്. അരുവിത്ര സെന്റ് മേരീസ് സെന്റ് ജോർജിൽ 1 മുതൽ 10 വരെ ക്ലാസ്സിലെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അതിലെല്ലാവരും ഈ പ്രോഗ്രാമിന്റെ സംഘാടകൻ എന്നും ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യത്തിന് കാരണക്കാരനുമായ VM സിറാജ് 94 മുതൽ 97 വരെ അരുവിത്ര സെന്റ് ജോർജ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്റെ മുന്നിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ VM സിറാജിന്റെ അധ്യാപകനാണ്. ചെറുപ്പക്കാരനായി ഞാൻ നിന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അധ്യാപകനാണ്. ഏതാണ്ട് 32-34 കൊല്ലത്തോളം അധ്യാപക പരിചയവും പ്രദേശമായി കടുവാമണി, അതാണ് എന്റെ ജന്മസ്ഥലം. അഭിമാനത്തോടെയാണ് ഞാൻ കടുവാമണിയെ കുറിച്ച് പല മീറ്റിംഗിൽ പറയുന്നത്. കടുവാമണി അടുത്ത മുന്നിൽ ജനിച്ചോടുന്നതാണ് ഞാൻ പലപ്പോഴും ഈരാറ്റുപേട്ടയെ കുറിച്ച് ദുഷ്പ്രചരണം നടത്തുമ്പോൾ മനസ്സ് വേദനിക്കുന്നയാളാണ്. ഈരാറ്റുപേട്ടയിലെ കടുവാമണിയിലെ പലരിക്കടയിൽ സാധനം വാങ്ങിക്കുകയും ചായക്കടയിൽ വന്ന് പൊറോട്ട മേടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. എന്റെ പിതാവ് എപ്പോഴും തന്നെ കടുവാമണിയിൽ വന്ന് ബീഡി മേടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുള്ളവരെ ഒക്കെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി കുൽസിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ വേദനയുണ്ട്. പക്ഷെ ഒരു അധ്യാപകൻ, ഒരു പ്രിൻസിപ്പൽ തലത്തിലോട്ട് നിന്നുകൊണ്ട് നമ്മൾക്ക് ഒരു പരിധി വിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് വേദന കടിച്ചമർത്തി ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഭീകരം എന്ന് പറയുന്ന മാറ്റത്തിന് അടിയറ അല്ലെങ്കിൽ അടിത്തറയിട്ടുകൊണ്ടുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ കൊച്ചുകുട്ടികളും അവരുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾ മത്സരിക്കുന്ന ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. നിങ്ങൾ മത്സരിക്കുന്ന ഈരാറ്റുപേട്ടയ്ക്ക് തൊട്ടടുത്തുള്ള പ്ലാസ്റ്റാലോ തീക്കോയോ പൂഞ്ഞാറുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ടല്ലേ. നിങ്ങൾ മത്സരിക്കുന്നത് ആഗോള മാർക്കറ്റിലെ വിദ്യാർത്ഥികളുമായിട്ടാണ്. ഇന്ന് വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റി എന്ന് പറഞ്ഞ ഒരു വസ്തുവാണ്. വസ്തുവിനൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. വസ്തുവിനെന്ന് പറയുമ്പോൾ നമ്മളൊരു കടയിൽ കയറി ലാഭമല്ല കപ്പെടുത്തത് കണക്കാക്കുക. ആ കപ്പിന് വളരെ മിനുസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, പക്ഷെ ഒരു ചെറിയ പൊട്ടലുണ്ടെങ്കിൽ നമ്മൾ വിൽക്കില്ല. ഇതാണ് വസ്തുവിന്റെ പ്രത്യേകത. അവിടെ മാനുഷിക പരിഗണനയൊന്നുമില്ല, ക്വാളിറ്റിക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ മത്സരിക്കുമ്പോൾ അവരുടെ യോഗ്യതകൾ നഷ്ടപ്പെട്ടാൽ തള്ളപ്പെടുമെന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. നമ്മുടെയൊക്കെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണുമായിരിക്കാൻ, പണ്ട് നമ്മൾ ഹൈറേഞ്ചിലേക്ക് മലബാറിലേക്ക് ഒരു കുടിയേറ്റം, അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു കുടിയേറ്റം, എന്റെയൊക്കെ സഹോദരൻ നമ്മുടെ, അതിനുശേഷം ഗൾഫിലേക്ക് ഒരു കുടിയേറ്റം, യൂറോപ്പിലേക്ക് കുടിയേറുകയാണ്. യൂറോപ്പിലേക്ക് കുടിയേറുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഓർത്തിരിക്കണം. അവിടെ കുടിയേറിയാൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഗൾഫിലാണെങ്കിൽ 99 കൊല്ലത്തേക്ക് ലീസിന് മാത്രമുള്ളതാണ് എന്റെ അറിവ്. ശരിയായിരിക്കാം രാജ്യം, അതുകൊണ്ടാണ് സ്ഥിരതാമസം തിരിച്ചു വരും. പക്ഷേ വിദേശനാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുവാനുള്ള സാധ്യത കുറവാണ്. നമ്മുടെ നാടുന്നവരെ അഞ്ചുവിനാൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ കാലഘട്ടം മാറുന്നതിന് നിങ്ങൾ ഓർക്കുക. ഞാൻ ബഷീർ സാറിന് എനിക്കും അറിയാവുന്ന ഒരു രഹസ്യം നിങ്ങളിലേക്ക് പരസ്യമാക്കിയേക്കണം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 2-3 കൊല്ലത്തിനകം MG യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 25ഓളം കോളേജുകൾ പൂട്ടിക്കളഞ്ഞു. നിങ്ങൾക്കറിയാമോ? 25ഓളം കോളേജുകൾ പൂട്ടിയെടുക്കാനുള്ള കാര്യം അറിയാമോ? അവിടെ വിദ്യാർത്ഥികളില്ലാത്തതുകൊണ്ടാണ്. പരമ്പരാഗതമായ ഈ പറയുന്ന പരമ്പരാഗത കോഴ്സുകളായ
ഒന്നും പഠിക്കുവാൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അഡ്വാൻസ് കോഴ്സുകൾ പഠിച്ച് എങ്ങനെയെങ്കിലും വിദേശത്ത് കടക്കണമെന്നുള്ള ആഗ്രഹമാണ്. ഡിഗ്രി, ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളോട് പറയും, നിങ്ങൾ ഡിഗ്രി എങ്ങനെ കഴിഞ്ഞിട്ട് പോകണം. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ലാളനെ അനുഭവിക്കണ്ടേ, നിങ്ങൾ നിങ്ങളുടെ വല്യപ്പന്റെയും വല്യമ്മയുടെ ലാളനെ അനുഭവിക്കണ്ടേ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ലാളനെ അനുഭവിക്കണ്ടേ. ഈ കൊച്ചുപ്രായത്തിൽ 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ് നിങ്ങൾ വിദേശത്തേക്ക് പോയി കഴിവുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പോകുമ്പോൾ ഈ മാതാപിതാക്കളുടെയും നിങ്ങളുടെ മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും ലാളനയില്ലാത്തപ്പോൾ വേറെ ചില ലാളനയിലേക്ക് അവർ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായെന്ന് ഞാൻ കുട്ടികൾ പറയും. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് മാത്രം തിരിച്ചറിവിന് പ്രായം മിനിമം ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ മക്കളെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ടാവും. കഞ്ചാവിന് അംഗീകാരം കൊടുത്തിരിക്കുന്ന രാഷ്ട്രങ്ങളിലേക്കാണ് പല കുട്ടികളും പോകുന്നത്. അതിനുശേഷം അവർ തിരിച്ചു പിടിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചേക്കുക, നമ്മുടെ കുട്ടികളെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് -20യുടെ രാഷ്ട്രങ്ങളിൽ കൊണ്ടുവിട്ട് വരാന്തയിൽ കിടന്നുറങ്ങി അവന്റെയൊക്കെ ഭാവി നശിപ്പിക്കുന്നതിന് പകരം ഇവിടെയുള്ള ജോലിയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അവരൊരു തിരിച്ചറിവിന് പ്രായമായി കഴിയുമ്പോൾ അവൻ വിദേശത്ത് എവിടെയെങ്കിലും പോകട്ടെ, അവരുടെ സാധ്യതയിൽ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കിയ കാലത്തിന്റെ മാറ്റം വലിയ വിപ്ലവമല്ലേ. ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിലേക്ക് മൊബൈൽ വന്നപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? മൊബൈല് സാമ്പത്തികമുള്ളവരെ കച്ചവടക്കാർക്കുള്ളതാന്ന് പറഞ്ഞു. ഒറ്റ കൊല്ലമുണ്ട് നാട്ടിലെ എല്ലാവർക്കും മൊബൈലായി മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് വിപ്ലവം എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ AI-യുടെ വിപ്ലവമാണ്. നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, നിർമ്മിത ബുദ്ധിയുടെ വിപ്ലവമാണ്. കഴിഞ്ഞ ദിവസം പ്രഗത്ഭനായ ഈ പറയുന്ന ടെക്നോളജിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ വരുന്ന 10 കൊല്ലം കഴിയുമ്പോൾ ആർക്കും ജോലി വേണ്ടാത്ത ഒരു ഇല്ലാത്തൊരു കാലം വരും. നിങ്ങൾ അത്ഭുതത്തോടെയാണ് കാണുന്നതാണ്. ആർക്കും ജോലി ഇല്ലാത്ത കാലം വരും. കാരണം അതെല്ലാം കമ്പ്യൂട്ടറിനോടും നമ്മുടെ വേണ്ടതേ. അങ്ങനെ സാധ്യത വരുമ്പോൾ അന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് ജീവിക്കണ്ടേ. അതിനു വേണ്ടി അവരെ പ്രാപ്തമാക്കി എടുക്കേണ്ട വലിയ ഉത്തരവാദിത്തം ഈ മാതാപിതാക്കൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കാനുള്ള അവസരം വിനിയോഗിക്കുന്നു. എന്റെ അടുത്ത പ്രിൻസിപ്പൾ വിളിക്കുന്നു. അതിന് അവനെ SLCക്ക് മുഴുവൻ A+ വിദ്യാർത്ഥിയാണ്. അമ്മ പൊട്ടിക്കരയാണ്. ഞാൻ അമ്മേനെ ചോദിച്ചു പറഞ്ഞു, ഇവന് A+ കിട്ടിയവൻ ഈ സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഒരു വിഷയത്തിൽ 0 ആണ്. ഇങ്ങനെ 0 എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ പറയാണ്, എന്റെ സാറേ ഇവന്റെ പണിയെന്ന് പറയുന്നത് PUBG കളിക്കും. എനിക്കറിയത്തില്ല PUBG. ഞാൻ ഏതാണ് PUBG? വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അങ്ങനെ ഇവൻ രാത്രി മുഴുവൻ ഈ മൊബൈലിൽ വെടിവെച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ പഠന രീതിയും അവന്റെ തലച്ചോറും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. A+ വാങ്ങിച്ച 90%, 100% മാർക്കുള്ളവനെ മൊട്ട വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ ഈ കുട്ടികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുന്നതാണ്. നമ്മളറിയാമല്ലോ, എനിക്കുള്ള അറിവിനേക്കാൾ എത്രയോ മടങ്ങ് അറിവ് എന്റെ മകനുണ്ട്. എനിക്കുള്ള അറിവിനേക്കാൾ എത്രയോ അറിവ് നിങ്ങളുടെ മക്കൾക്കുണ്ട്. ഓർക്കുകയാണ്, കഴിഞ്ഞ ഒരു 300 കൊല്ലത്തിൽ മാതാപിതാക്കളും മക്കളും നമ്മൾ അറിവിന്റെ കാര്യം വലിയ അന്തരമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെങ്ങനെയല്ല, കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ നമ്മളെക്കാളും അതിമെടുക്കലായി അറിവിന്റെ കാര്യത്തിൽ അവിടെ വന്നു. പക്ഷേ അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വലിയൊരു പരാജയം കൂടിയായിട്ട് പറയേണ്ടി വരും. കാരണം ഇത്തരം പ്രശ്നങ്ങളിൽ, ഇത്തരം വിഭാഗതകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല, നമ്മുടെ സമൂഹത്തെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖല കൂടി അക്കാര്യത്തിൽ പരാജയം സംഭവിക്കുന്നുണ്ട് എന്ന് കൂടി പറയേണ്ടി വിജയിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരുമിച്ച് നിന്ന ആളുകൾ, ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകൾ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളുകൾ, നമ്മളെല്ലാവരും ഇപ്പോൾ വ്യത്യസ്തരായ രീതിയിൽ ചിന്തിക്കാനും പറയാനും അപകടത്തിൽ കിട്ടുന്ന ഇതര സമുദായക്കാരനോട് വല്ലാത്തൊരു പ്രകൃതിയോട് ദേശത്തോടെ പെരുമാറുന്നതിലേക്ക് ആളുകൾ മാറിപ്പോവുകയും ചെയ്യുന്നത് എന്തിന്റെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൂല്യങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മൂല്യങ്ങളിൽ വലിയ മാറ്റമുണ്ട്. നേരത്തെ ഇവിടെ വിജയസാദ് പറഞ്ഞല്ലോ, നമ്മുടെ പെൺകുട്ടികൾ വല്ലാതെ മാറിയെന്ന് പറഞ്ഞു. കൃത്യമാണത്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി, ഞാൻ 90-ലാണ് സർവീസിൽ പ്രവേശിച്ചത്. 2002 സർവീസിൽ പിന്നീട് സമയത്ത് നമ്മൾ കാണുന്നത് ഏതാണ്ട് ഓരോ 5 കൊല്ലം കൂടുമ്പോഴും വല്ലാതെ വിദ്യാർത്ഥികൾ മാറും. പ്രത്യേകിച്ചും നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒരുപക്ഷെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുമ്പത്തേക്കാളും ഒക്കെ നമ്മളത് പഠിച്ച കാലത്ത് വ്യത്യസ്തമായി ഒരുപാട് സൗകര്യങ്ങൾ ഈ കാലത്ത് അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അവർ പലപ്പോഴും അവർക്ക് ഈ പറയുന്ന മൂല്യച്യുതിയുടേതായ സമൂഹത്തിൽ മൂല്യച്യുതി അവരെ ബാധിച്ചിരിക്കുന്നു. അതായത് മുതിർന്നവർക്കുള്ള മൂല്യം വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി സമൂഹത്തെയും ചെറുപ്പക്കാരെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന തരത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ദുരന്തത്തിലേക്ക് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നതിൽ വലിയ രീതിയിലാണ് അതിന്റെ വ്യാപനം എന്ന് പറയുന്നത്. ഈരാറ്റുപേട്ടയിലെ പരിസരങ്ങളിലും ഒക്കെ നിരന്തരമായിട്ടുള്ള ആളുകൾ നമ്മൾ പത്രങ്ങൾ വാർത്തകൾ കാണുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർ പലരും അഴിക്കുള്ളിലാവുന്നു, പലരും പുറത്തു വരുന്നു. അത്രയേറെ വ്യാപകമാണ് മയക്കുമരുന്നിന്റെ വ്യാപനം. ഏതാണ്ട് ഒരു 2014-15 വർഷങ്ങളിൽ
ഞങ്ങളുടെ കോളേജിൽ ലാക് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന ഒരു ഉത്തരേന്ത്യൻ പ്രൊഫസർ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കോളേജിൽ കഞ്ചാവ് വലിക്കുന്ന കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അതൊരു 2014-15 വർഷങ്ങളിലാണ്. അന്ന് ഞാൻ പറഞ്ഞു ഒരാളും കൂടെ ഇല്ല. പക്ഷെ ഇന്ന് എന്നോട് ചോദിച്ചാലും എനിക്ക് പറയാൻ കഴിയില്ല, അത്രയേറെ വ്യാപകമായിരിക്കുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗം. അന്ന് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ രാജ്യം ഇന്ത്യയാണ്. ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യ 50%, 25% താഴെയുള്ള. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും യൗവന നിറഞ്ഞ രാജ്യങ്ങൾ എന്നാണ് ഇന്ത്യയെ തകർക്കാനുള്ള ആഗോള അജണ്ടയുണ്ടെന്നും അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലേക്ക് മയക്കുമരുന്നിന് വലിയൊരു വ്യാപനം ഉണ്ടാകുമെന്നും പഞ്ചാബ് അവർ നശിപ്പിച്ചിട്ടുണ്ടെന്നും അടുത്തത് കേരളമാണ് അവരുടെ ആദ്യത്തെ പറഞ്ഞത് കൃത്യമാണ്. ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്, വളരെ വ്യാപകമായി മയക്കുമരുന്നിന്റെ ഉപയോഗം വരുന്ന കുട്ടികൾ അതിലേക്ക് പോകും. നമ്മുടെ മാതാപിതാക്കൾക്ക് അത് തടയാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. അത്തരത്തിലേക്കുള്ള വളരെ സാമൂഹിക സംഘർഷഭരിതമായ ഒരു സാമൂഹിക അവസ്ഥ നിലനിൽക്കുന്നിടത്ത് വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് അവരെ മാറ്റാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ രാജ്യം പോലുള്ള സ്ഥലങ്ങളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ പാടില്ല. വേണ്ടത് ഈ ചെറുപ്പക്കാരികളെ കൃത്യമായി അവർക്ക് ജീവിതത്തിന്റെ ദർശനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന നല്ല സെന്ററുകൾ ഉണ്ടാകും. നല്ല സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളുടെ ഒരു ആവശ്യത്തിലേക്ക് ഈ രാജ്യപ്പെട്ട പോലെ പ്രദേശങ്ങളെ ചുറ്റും ഉണ്ടാവേണ്ടത് എന്ന് മാത്രമല്ല പറഞ്ഞുകൊണ്ട് അതിനൊരു വലിയ പ്രസക്തിയില്ലാത്ത സംസാരങ്ങൾ. പിന്നെ ഈ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നമ്മുടെ ഉദ്ഘാടകൻ സവിസ്തരമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നമുക്കറിയാം, വിദ്യാഭ്യാസം ക്ലാസ് റൂമിലെ 4 അതിരുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വിവരസാങ്കേതിക വിദ്യയുടെ ഉന്നത വിഹായസിലെത്തി നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവര് ഈ സമൂഹത്തോടും നമ്മോടും നമ്മുടെ കുടുംബത്തോടും ഒക്കെ പ്രതിബദ്ധതയുള്ളവരായി മാറണമെങ്കിൽ നാം അവരെ ചേർത്ത് പിടിക്കണം. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളും അവരെ ചേർത്ത് പിടിക്കുന്ന അധ്യാപകരും ഉണ്ടായാൽ മാത്രമേ എന്തെല്ലാം വലിയ വിഭവങ്ങളും മാറ്റങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായാലും നാളെ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള കുട്ടികളായി ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ മാത്രമേ ഒരു പരിഹാരമായുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏത് ഘട്ടകാലത്തും നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള വഴി ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 280ഓളം ഫോട്ടോസുകള് 7 മിനിറ്റ് കൊണ്ട് തിരിച്ചറിയുന്ന ഒരു മിടുക്കനാണ് നമ്മുടെ ഈ അബ്ദുറഹ്മാന്റെ കയ്യിലിരിക്കുന്നത്. ടീം എമർജൻസി അംഗമായ റാഫിയുടെ സഹോദരൻ കൂടിയാണ് അബ്ദുറഹ്മാൻ എന്ന് പ്രത്യേകം ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് പേര് ഇതേപോലെ കടന്നു വരാനുള്ളത്. അതിനുവേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാ രീതിയിലുമുള്ള പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന